എടാ അശ്വതി വിളിക്കാൻ. ഷീ ഈസ് സ്കെയർഡ്. കോൾ ഗേൾ. അശ്വതി 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 എന്താ നീ ഇങ്ങടുത്തിരുന്നേ. കുരിശ് വരച്ച് കിടന്നോളൂ കേട്ടോ. അവനവൻ തന്നെ അവനവനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. ഷോ എന്റെ ഏട്ടാ, നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോയില്ല. ഏട്ടന്റെ സ്വത്തല്ലേ ഞാൻ. ഓക്കെ ഭംഗിയുള്ള പെണ്ണെ കെട്ടിയ എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു പേടി. അതൊക്കെ എന്റെ ഭാര്യ. സുഹൃത്തുക്കളെ, വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാണ്ടല്ല അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂ. ഏട്ടാ ചായ എടുക്കട്ടെ? ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. എടായി കോഫി. പാവം മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ? എനിക്കും കൊതിയാവുന്നു. ഏട്ടാ ഒരു വിഷയം മറന്നിട്ടേ. എന്ന വിഷയം? ഒന്ന് വാ. എന്തായാലും എന്തൊരു മധുരം. അത് ശരിയാ, അത് ശരിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി. പോട്ടെ. എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്. നിങ്ങളിങ്ങനെ ഒരു പണിക്കും പോകാതെ ഫോണും കുത്തിപ്പിടിച്ചിരുന്നോ 24 മണി? അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകണ്ട, പിന്നെ തന്നെ നമ്മളൊക്കെ പണിക്ക് പോകണം. അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? ആ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. നിനക്കറിയില്ല ഈ രതീഷ് കുമാറിനെ. നാളെ ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു കലാകാരനടി. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ. എന്തോരം സിനിമാക്കാരെന്നെ വിളിക്കണ്ടെന്ന് അറിയാമോ? ചാണകം മൂത്രം മുതൽ കമ്പ്യൂട്ടർ വരെ ഓൺലൈൻ ബിസിനസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായ? നിങ്ങൾക്ക് കോഴിക്കാട്ടോ അല്ലാത്ത ഒരു ബിസിനസ് അറിയില്ലേ? എന്നാ പിന്നെ കോയിത്തുപോലാക്ക. 12 o'clock midnight. ഇവൻ ഇവിടെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, പക്ഷേ രാത്രിയിൽ ഇവൻ പല പെണ്ണുങ്ങളെ ഭർത്താവാ. അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. അത് ശരിയാ. എടാ കാലമാടാ, എന്നെ എന്റെ മക്കളെ ചതിക്കായിരുന്നല്ലോ നിങ്ങള്. ഇതിലും ഭേദം കൊല്ലായിരുന്നില്ലേ? എന്തിനാ അങ്ങനെ ചതിച്ചത്? ഞാൻ ഒരു ചായ കുടിച്ചിട്ടില്ല. സൗണ്ട് അവിടെ പോയി. ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല, നിനക്ക് അറിഞ്ഞൂടെ? അക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവനെന്റെ വലിക്കമ്പനിയാ. എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. എന്റെ ഭർത്താവ് ഈ പരമ നാറി എന്റെ ഭാര്യയ്ക്ക് അയച്ചിരുന്ന മെസ്സേജ് ആയിട്ടൊക്കെ നോക്ക്. ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്നിട്ട് ഈ തെണ്ടിയെ